ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്ന ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഇത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽമിയുടെ 12X 5G എന്ന് പറഞ്ഞ ഒരു 5G ഫോണാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഇതിന് പറയാനുള്ളത് ഇതിന് സ്മാർട്ട് ഫോൺ മാറ്റി വെക്കാം. ഇതിനായിട്ട് വന്നത് 5G 6nm പ്രൊസസ്സറാണ് വരുന്നത്, ചിപ്സെറ്റ്. പിന്നെ 120 ഹെർട്സിൻ്റെ ഫുൾ HD LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ 45 വാറ്റിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. പിന്നെ 50 MB AI ക്യാമറ ബാക്ക് ക്യാമറ വരുന്നുണ്ട്. 8 MB ആണ് ഫ്രണ്ട് ക്യാമറ. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 8GB റാമും 128GB റോമുമാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിനി സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കാം. സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും തരുന്നുണ്ട് റിയൽമി. പിന്നെ ഇതിനെപ്പറ്റി നമുക്ക് കാണാനാണെങ്കിൽ എനിക്ക് നല്ല സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്ക് ബോഡി വന്നിട്ട് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ ഒരു 3 ക്യാമറ വന്നിട്ടുണ്ട്. ഒരു 50 MB ക്യാമറയും മറ്റേത് 2 MB ക്യാമറയും മറ്റേത് സെൻസറാണ്. ഒരു ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ വോളിയം ഔട്ട് ബട്ടൺ ഡൗൺ ബട്ടൺ ഒക്കെ ഉണ്ട്. പിന്നെ മണ്ടേ നോക്കുവാണെങ്കിൽ സിമ്മിൻ്റെ സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പീക്കർ ഗില്ല് വരുന്നുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. പിന്നെ സ്പീക്കർ ഗില്ല് താഴെ വരുന്നുണ്ട്. ടൈപ്പ് സി പോർട്ടാണ്. ഓക്സ് വരുന്നുണ്ട്. പിന്നെ താഴെ ഒരു മൈക്കും കൂടെ വരുന്നുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. ഇതിലിപ്പോൾ എനിക്ക് നല്ല സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു UI ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഗെയിം കളിക്കാൻ വേണ്ടി ആരും ഇത് റെക്കമെൻഡ് ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇത് ഗെയിമിങ്ങിന് മാത്രമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്. നോർമൽ ഫോണും എന്ന് പറഞ്ഞ് ഗെയിം കളിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഗെയിം കളിക്കുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. ഇതുവരെ ഒരു ലാഗോ കാര്യങ്ങളോ ഇതുവരെ ഒന്നും എനിക്ക് വന്നിട്ടില്ല. ബാക്കി കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ റാഗിലും ഒരു കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ബ്രൈറ്റ്നസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ബാക്കി കാര്യങ്ങൾ ഇതിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. നമുക്ക് കുഴപ്പമില്ലാതെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വന്ന സ്മാർട്ട് ഫോണിൻ്റെ പ്രൊസസ്സർ വന്നിട്ടുണ്ട് മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി ആണ്. നമ്മൾ സെറ്റിങ്സിൽ പോയി എബൌട്ട് ഫോൺ എടുക്കുമ്പോൾ മീഡിയാടെക് ഡയമൻസിറ്റി 600+ എന്ന പ്രോസസ്സാണ് വന്നിരിക്കുന്നത്. 70.070 സെൻറ്റിമീറ്റർ സൈസാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. നമുക്ക് 8GB റാം ഉണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 4GB മുതൽ 6GB 8GB വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ക്യാമറയും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇത് റിയൽമിയുടെ UI 5.0 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്പീക്കറിൻ്റെ പെർഫോമൻസിന് നോക്കാം. ഇപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. ഇതിൽ മാക്സിമം 200 വരെ സൗണ്ട് കിട്ടുന്നുണ്ട്. ഇതാണ് മാക്സിമം 100 സൗണ്ട്. ഇനി നമുക്ക് 200 വെച്ച് നോക്കാം. അപ്പോൾ സ്പീക്കറിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. പെർഫോമൻസ് വരുമ്പോഴത്തേക്കും ബാക്ക് ക്യാമറയുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളാരും ഞാൻ ഗെയിമിങ്ങിന് വേണ്ടി ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അറിയില്ല. പക്ഷേ നമ്മൾ നോർമൽ യൂസ് കുഴപ്പമില്ലാത്ത ഗെയിമിംഗ് ഒക്കെ കളിക്കുകയാണെങ്കിൽ ടെമ്പിൾ റൺ അങ്ങനെ കളിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ BGMI കളിച്ചു നോക്കി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ലാഗോ ഫീലോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് BGMI കളഞ്ഞു. ഇപ്പോൾ നമുക്ക് ഫ്രീ ഫയറിലേക്ക് വന്നിട്ടുണ്ട്. ഫ്രീ ഫയറിലേക്ക് കളിക്കുമ്പോൾ ഒരു ബഗ്ഗോ ഒരു കാര്യങ്ങളും വരുന്നില്ല. സ്മൂത്തായിട്ട് റൺ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഞാൻ കളിച്ച് കാണിക്കുന്നില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റിയൽമി 12X 5Gയുടെ സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.